ദാറ്റ് ഫ്രോഗ് ഫസ്റ്റ് എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇത് ആക്ച്വലി സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സ്റ്റഡി മെത്തേഡാണ്. ഇതിൻ്റെ മീനിങ് വരുന്നത് ആദ്യം അതിനെ കഴിക്കുക എന്നുള്ളൊരു രീതിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക പഠിക്കുന്ന സമയത്ത്, ഈ ടിപ്സ് നിങ്ങൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു പ്രോബ്ലം പേപ്പറാണ് പഠിക്കുന്നത്, നമ്മുടെ അക്കൗണ്ട്സ് മാത്സ് ഒക്കെ പോലെ നിങ്ങളൊരു പ്രോബ്ലം പേപ്പറാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾ ഒരിക്കലും ഇമ്പോർട്ടൻ്റ് ഏരിയ അല്ലേ എന്ന് വിചാരിച്ചാൽ, ചില ഇമ്പോർട്ടൻ്റ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഏരിയ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കര വലിയൊരു ഡീപ്പായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ഒരു കാരണവശാലും എടുത്ത് പഠിച്ച് തുടങ്ങരുത്. ഒരിക്കലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് നിന്ന് തുടങ്ങാതെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ആദ്യം തന്നെ പഠിച്ച് തീരാം, ഫ്രഷ് ആയിട്ട് പഠിക്കാതിരിക്കുന്നതല്ലേ, അപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ വിചാരിച്ചിട്ട് പലരും എന്ത് ചെയ്യും, ഏറ്റവും വലിയ ഏരിയ തന്നെ ആദ്യം പഠിച്ചു തുടങ്ങാൻ വേണ്ടി ഇരിക്കും. ഇത് ആക്ച്വലി ചെയ്യുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ അങ്ങനെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യം എടുത്ത് പഠിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യൂ എന്നുള്ള ലെവലിലായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. പക്ഷേ ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സുകൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മിസ്റ്റേക്സുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കോൺഫിഡൻസ് ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ നിന്ന്. അപ്പോൾ പിന്നെ നിങ്ങളുടെ മനസ്സ് മെല്ലെ മെല്ലെ പറയും, ഓ നീ ഇത്രയൊന്നും പഠിച്ചില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, അതതിനർത്ഥം നീ പഠിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള ഭയങ്കര നെഗറ്റീവായിട്ടുള്ള സിഗ്നൽസ് തന്നുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളിൽ തന്നെ വിശ്വാസം കുറയും. നിങ്ങൾ ഇത്രയും കാലം സ്കൂളിൽ പോയിട്ട് ഒന്നും പഠിച്ചില്ലേ, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് നിങ്ങളിലേക്ക് അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു ട്രിക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ഇതെങ്ങനെ ഒഴിവാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് വേണം നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ. പ്രോബ്ലം പേപ്പേഴ്സ് പഠിക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലം പേപ്പർ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ ആൻസറും ഇങ്ങനെ കറക്റ്റാക്കി വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ കൊള്ളാലോ, നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ ഒരു എനർജി ഫില്ലാവും. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ഒരു പോസിറ്റീവ് വൈബ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും, നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള ലെവലിലേക്ക് വരും. അപ്പോൾ പിന്നെ നിങ്ങൾ പോകെ വലിയ ഏരിയാസിലേക്ക് വരുമ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ ബാധിക്കാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സൈക്കോളജിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി നിങ്ങൾ തിയറി പേപ്പേഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ്, ഈ കാര്യം ഇപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേണം ചെയ്യാൻ. ഇപ്പോൾ തിയറി പേപ്പേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ ഏരിയ വേണം എടുത്ത് പഠിക്കാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിച്ച് തുടങ്ങുമ്പോൾ, തിയറി പേപ്പേഴ്സ് എടുത്ത് വായിച്ച് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങളൊരു വലിയ ഏരിയ കവർ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് സിഗ്നൽ തരാൻ തുടങ്ങുന്നത്, ഓ ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കഴിഞ്ഞല്ലോ, ഇനി സിമ്പിൾ ആയിട്ടുള്ള ഏരിയ അല്ലേ എന്ന് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ സിഗ്നൽ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഏരിയ അല്ലേ ഉള്ളൂ, അപ്പോൾ ഇതൊന്നും കഴിഞ്ഞല്ലോ, എന്തോ വലിയൊരു സാധനം നിങ്ങൾ ഫിനിഷ് ചെയ്തൊരു ഫീല് നിങ്ങളുടെ മനസ്സിന് തോന്നി തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ തിയറി പേപ്പേഴ്സും കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫസ്റ്റ് എന്നുള്ള സ്റ്റഡി മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏതാണോ പഠിക്കുന്നത്, നിങ്ങൾ എന്താണോ പഠിക്കാൻ പോകുന്നത്, അതനുസരിച്ച് വേണം നിങ്ങളുടെ പഠനത്തിൻ്റെ സ്റ്റൈല് നിങ്ങൾ ഫിക്സ് ചെയ്യാനായിട്ട്. പല കുട്ടികൾക്കും ഇതൊന്നും അറിയാത്തതുകൊണ്ട്, ഇപ്പോൾ മിസ്സിൻ്റെ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയൂല, ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് ഈസി ആക്കാനായിട്ടുള്ള ഒട്ടനവധി വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അത് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. മിസ്സിനൊന്നും പണ്ട് ആക്സസ് ചെയ്യാൻ എളുപ്പമല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്നത് എളുപ്പമല്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് വരുന്നത്. കാരണം നിങ്ങൾ ഏറ്റവും പഠിച്ച് നല്ല മാർക്ക് വാങ്ങാമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ വേറെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റഡി ടിപ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്നത് എങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് മിസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേഷൻസ് കിട്ടുള്ളൂ. ഓക്കെ.